എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ വെട്ട് റോഡ് മുതൽ മാമം പാലം വരെയുള്ള നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. വീഡിയോ ആരംഭിക്കുന്നത് കഴക്കൂട്ടം കഴിഞ്ഞ് വെട്ട് റോഡിൽ നിന്നാണ്. വെട്ട് റോഡ് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ഡക്ക് കോൺക്രീറ്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. 6 ഓപ്പണിങ്ങുകളുള്ള ഫ്ലൈ ഓവറാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലൈ ഓവറിൻ്റെ തെക്ക് സൈഡിലെയും വടക്ക് സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. കുറച്ച് ഭാഗം വരെ അറിവാൾ പാനലുകളും അത് കഴിഞ്ഞാൽ പിന്നെ റീറ്റെയിനിങ് വാളുകളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കണിയാപുരം KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി ഒരു അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു അടിപ്പാതയുടെ തെക്ക് സൈഡിലും വടക്ക് സൈഡിലും ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അടിപ്പാതയോട് ചേർന്ന് വരുന്ന ഭാഗത്ത് അറിവാൾ പാനലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം കഴിഞ്ഞ് വെട്ട് റോഡ് ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നേരെ കണിയാപുരത്ത് നിർമ്മിക്കുന്ന അടിപ്പാത കഴിഞ്ഞ് ആലിമൂട് നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് ശേഷമായിരിക്കും താഴേക്ക് ഇറങ്ങാൻ കഴിയുക. ഈ 3 അടിപ്പാതകളും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് വരുന്നത് ബോക്സ് ടൈപ്പിലുള്ള അടിപ്പാതയും ഈ കാണുന്നതാണ് KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തായി നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത. ആലിമൂട് ഭാഗത്ത് പിയറിൽ നിർമ്മിക്കുന്ന അടിപ്പാതയാണ്. ഇപ്പോൾ കാണുന്നത് ആലിമൂട് ഭാഗത്ത് നിർമ്മിക്കുന്ന അടിപ്പാതയുടെ ഭാഗമാണ്. ഈ ഭാഗത്തുള്ള 2 പിയറിൻ്റെ വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ അതിൻ്റെ പിയർ ഗ്യാപ്പിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ RKC എന്ന കമ്പനിയാണ് ഈ ഭാഗത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത്. മെയിനായിട്ടും സർവീസ് റോഡുകളുടെ വർക്കും പിന്നെ ഫ്ലൈ ഓവറുകളുടെ വർക്കുമാണ് നടക്കുന്നത്. കൂടുതലായും റീറ്റെയിനിങ് വാളുകളാണ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നേരെ പോകുന്നത് പള്ളിപ്പുറം ഭാഗത്തേക്കാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും വർക്കുകൾ പുരോഗമിക്കാനായി ഉണ്ട്. ഇവിടെ നിന്നും കുറച്ച് ദൂരം വരെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ സർവീസ് റോഡിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഏകദേശം CRPF ക്യാമ്പിന് അടുത്തുവരെയുള്ള ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെയൊക്കെ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് എപ്പോഴും അനുഭവപ്പെടുകയാണ്. ഇത് പള്ളിപ്പുറം CRPF ക്യാമ്പിൻ്റെ ഭാഗത്ത് നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗമാണ്. ഇവിടുത്തെ വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഡക്ക് കോൺക്രീറ്റുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഈ 2 സൈഡിലെയും കുന്ന് വരുന്ന ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും സർവീസ് റോഡ് വരുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗവും ഇനി മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്.
രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ ഏകദേശം ഹൈറ്റിൽ തന്നെ ആയിരിക്കും മെയിൻ റോഡും വരാൻ സാധ്യത. നേരെ പോകുന്നത് ടെക്നോ പാർക്ക് ഫേസ് 4ൻ്റെ ഭാഗത്തേക്കാണ്. അവിടെയും ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇവിടെ 2 പിയറിൻ്റെ വർക്ക് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. അതിനുശേഷം വർക്കുകളൊന്നും നടന്നിട്ടില്ല. താഴ്ന്ന പ്രദേശമാണ്. ഈ ഒരു ഭാഗത്ത് ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. നേരെ മുന്നോട്ട് പോകുന്നത് മംഗലപുരം ഭാഗത്തേക്കാണ്. മംഗലപുരം ജംഗ്ഷനിലും അടിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. പിയർ ഗ്യാപ്പിന് മുകളിലായി ഇപ്പോൾ ഗർഡറുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ഭാഗത്തും ക്രോസ് ഗർഡറിൻ്റെയും മറ്റ് വർക്കുകളുമൊക്കെ ആരംഭിക്കുമായിരിക്കും. ഇപ്പോൾ അടിപ്പാതയുടെ വടക്ക് ഭാഗത്താണ് വർക്കുകൾ കൂടുതലായി നടക്കുന്നത്. അപ്രോച്ച് റോഡിൻ്റെ ഏകദേശം വർക്കുകൾ നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ ആറിവാൾ പാനൽ ഉപയോഗിച്ചിട്ടുള്ള വർക്കുകളാണ് നടന്നിരിക്കുന്നത്. മംഗലപുരം മുതൽ മാമം വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 80% മുകളിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് മാത്രമാണ് സർവീസ് റോഡിൻ്റെ വർക്ക് പെൻഡിങ് ഉള്ളത്. നേരെ തോന്നയ്ക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് തോന്നയ്ക്കൽ ആശാൻ സ്മാരകത്തിൻ്റെ മുൻവശം വരെയായിരുന്നു സർവീസ് റോഡ് കംപ്ലീറ്റ് ആക്കിയിരുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ വർക്കും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇവിടെയും സർവീസ് റോഡിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതായി കാണാം. 2 സൈഡിലും സർവീസ് റോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ ഭാഗത്ത് വർക്കുകൾ തുടങ്ങിയതായി കാണാം. നേരെ കാണുന്നത് 16-ാം മൈലിൽ വരുന്ന അടിപ്പാതയുടെ ഭാഗമാണ്. 16-ാം മൈൽ അടിപ്പാത കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ചെമ്പകമംഗലത്തും അടിപ്പാത വരുന്നത്. ഇപ്പോൾ ഈ 2 അടിപ്പാതയ്ക്കും ഇടയ്ക്കായി വരുന്ന ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് പുരോഗമിക്കുന്നത്. ഈ കാണുന്നതാണ് 16-ാം മൈൽ നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗം. ഈ ഒരു അടിപ്പാതയുടെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡ് നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. അവിടെ റീറ്റെയിനിങ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ചെമ്പകമംഗലത്ത് നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗമാണ്. ഈ അടിപ്പാതയുടെ തെക്ക് സൈഡിലെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണമാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള വർക്കാണ് ഇപ്പോൾ മെയിനായും നടക്കുന്നത്. ചെമ്പകമംഗലം അടിപ്പാത കഴിഞ്ഞ് കോരാണി വരെയുള്ള ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കാനുണ്ട്. റോഡിൻ്റെ ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കാണ് മെയിനായിട്ട് നടക്കാനുള്ളത്. ഈ ഭാഗത്ത് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ വലത് സൈഡിൽ നോക്കുകയാണെങ്കിൽ റീറ്റെയിനിങ് വാളുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. അതിനപ്പുറത്തായിട്ടുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതുവഴി കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്.
വലത് സൈഡിലായി കാണുന്ന ആ ഒരു കുന്നിൻ്റെ ഭാഗത്തെ മണ്ണുകളെല്ലാം നീക്കം ചെയ്ത് ആ ഭാഗത്ത് നിർമ്മിച്ച സർവീസ് റോഡ് ടാർ ചെയ്ത് ഇപ്പോൾ വാഹനങ്ങളൊക്കെ അതുവഴി വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം താഴ്ന്നാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ആ ഭാഗത്തെ മണ്ണ് നിരത്തി സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ് പുരോഗമിക്കുന്നത്. ഇനി നേരെ കോരാണി ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഇനി നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കാനുണ്ട്. സർവീസ് റോഡ് വഴി നേരെ കോരാണിയിൽ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇത് കോരാണിയിൽ നിർമ്മിച്ച അടിപ്പാതയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ അടിപ്പാതയുടെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നതായി കാണാം. വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ആ ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട്. ഇവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മുതൽ നേരെ മാമം പാലം വരെയുള്ള ഭാഗത്തെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് വാഹനങ്ങളെല്ലാം അതുവഴി വിടുന്നുണ്ട്. ഇത് പാലമൂട് ഭാഗമാണ്. ഇവിടെയും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. മെയിൻ റോഡിൻ്റെ ഭാഗവും വർക്ക് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് വലതേക്ക് തിരിഞ്ഞാണ് ആറ്റിങ്ങൽ ടൗണിലേക്ക് പോകുന്നത്. നേരെ പോകുന്നത് ആറ്റിങ്ങൽ ബൈപ്പാസിലേക്കാണ്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് ചെന്നിട്ടാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത്. നേരെ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു, അവിടെ ഇപ്പോൾ മണ്ണ് നിരത്തിയിരിക്കുന്നതായി കാണാം. അത് കഴിഞ്ഞിട്ടാണ് മാമം നദി കടന്നു പോകുന്നത്. മാമം നദിക്ക് കുറുകെ ഒരു ഫ്ലൈ ഓവറാണ് വരുന്നത്. ഏകദേശം 500 മീറ്ററോളം നീളമുള്ള പുതിയ ഫ്ലൈ ഓവറാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ സ്പൈലിംഗ് പ്രവൃത്തികളോ ഒന്നും തുടങ്ങിയിട്ടില്ല. മാമം നദിയുടെ മറുവശത്ത് ഇപ്പോൾ RKC കമ്പനിയുടെ യാർഡ് പ്രവർത്തിക്കുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ഭാഗത്താണ് ഇപ്പോൾ RKC കമ്പനി മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് റോഡിൻ്റെ വർക്കുകളൊന്നും ആയിട്ടില്ല. പൈലിംഗ് തുടങ്ങിയാൽ മാത്രമേ ഫ്ലൈ ഓവർ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മറ്റ് ഭാഗങ്ങളിലെ അപ്ഡേറ്റുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.